ചെറിയ കുട്ടികൾക്കും സുഹൃ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഓണം എക്സാമിന് വേണ്ടിയുള്ള മാത്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് തരുന്നത്. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഓണം എക്സാമിന് മാത്രമേ മാക്സിമം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ആകെ പ്രശ്നമാണ്. പ്ലസ് ടുവിൻ്റെ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാത്സിൻ്റേത് ഇൻ്റഗ്രേഷനാണ് കൂടുതലും. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ വെക്ടർ 3D ഇതെല്ലാം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് ടൈമിലെ പോലെ ഇപ്പം മെട്രിസസ്, ഡിറ്റർമിനൻസ്, ഇൻവേഴ്സ് ഇതൊക്കെ ഇത്തിരി ഈസിയാണ്. അതിനകത്ത് ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിക്കുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസാണ്. അതിപ്പോൾ എന്തായാലും അത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തന്നെ പോകത്തുള്ളൂ. അതത്ര ഈസി ആയിട്ടൊന്നും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവനെ നോക്കിക്കൊണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ നിശ്ചയിക്കേണ്ട. മറ്റുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ഓരോന്ന് ഇങ്ങനെ കൊണ്ട് പറഞ്ഞ് ചെയ്തു പോകും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിൽ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ സിംപ്ലസ്റ്റ് ഫോം. എല്ലാവരും ക്വസ്റ്റ്യൻ കേൾക്കണം, ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല. റൈറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ സിംപ്ലസ്റ്റ് ഫോം ആൻഡ് ഫൈൻഡ് dy/dx എന്നാണ്. ഓക്കെ, y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 - x² ഡിവൈഡഡ് ബൈ 1 + x². ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇയാളെ നിങ്ങൾ ആദ്യം സിംപ്ലസ്റ്റ് ഫോമിലാക്കിയ ശേഷം ഡെറിവേറ്റീവ് dy/dx കണ്ടുപിടിക്കണം. ഇതാണ്. ഓക്കെ, ഇവനെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഇവിടെ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് തോന്നിക്കുന്നത് ഇവനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചെറിയ പ്രശ്നമുണ്ട്. ഇത് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ചാപ്റ്ററിലും ഉള്ളതാണ്. കോമൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലും ഡിഫറൻസിയേഷൻ്റെ ഇൻവേഴ്സിൻ്റെ ടോപ്പിക്കിലും ഒരേപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്നോണം. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 - x² ഡിവൈഡഡ് ബൈ 1 + x². ഇവിടെ നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് അങ്ങ് എടുക്കുകയല്ല, ഇതിനെ സിംപ്ലസ്റ്റ് ഫോം ആക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുട്ടി ഫോം ആക്കുക. കുട്ടി ഫോം ആക്കിയ ശേഷം എന്ന് പറഞ്ഞാൽ ചെറിയ ഫോം ആക്കിയ ശേഷം ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഈ സിംപ്ലസ്റ്റ് ഫോം ആക്കണമെങ്കിൽ ഈ എക്സ് കിടക്കുന്നുണ്ടവനെ അവിടെ ഒരു സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഒന്നുകിൽ സൈൻ തീറ്റ, അല്ലെങ്കിൽ കോസ് തീറ്റ, അല്ലെങ്കിൽ ടാൻ തീറ്റ. ആരെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട്. ഈ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ ഈ പറഞ്ഞ 3 പേരിലെ ആരെയെങ്കിലും കൊടുക്കുമ്പോൾ ഈ ബ്രാക്കറ്റ് കിടക്കുന്നതിനെ കോസ് ഓഫ് എന്ന് വായിക്കാൻ പറ്റണം. ആരാണ്? കോസ് ഓഫ്. അവിടെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആള് ടാൻ തീറ്റയാവാനെ. ഓക്കെ, അപ്പോൾ നിങ്ങളായിരിക്കും ടാൻ തീറ്റയോ അതെന്താ അങ്ങനെ വന്നത്? അങ്ങനെയാണ്. ഇപ്പം നോക്കിക്കോണം, എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മോനെ? ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും കേട്ടോ. എക്സ് ഈക്വൽ ടാൻ തീറ്റ, ദെൻ തീറ്റ ഈസ് ഈക്വൽ എത്രയാണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് നോക്കിക്കോണം, ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 - tan² തീറ്റ ഡിവൈഡഡ് ബൈ 1 + tan² തീറ്റ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്. ഈ ബ്രാക്കറ്റ് കിടക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ പോലെ 1 - tan² ബൈ 1 + tan² ഈസ് cos 2 തീറ്റ. cos 2 തീറ്റ. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റ് കിടക്കുന്നത് cos 2 തീറ്റയായി. ഇപ്പോൾ നോക്കിയവനെ കോസ് ഇൻവേഴ്സ് കോസ്, നമുക്ക് അതായിരുന്നു വേണ്ടത്. കോസ് ഇൻവേഴ്സ് പുറത്ത്, അകത്ത് കോസ്, രണ്ടുകൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി ആര് മാത്രം? 2 തീറ്റ എന്ന് മാത്രം കിട്ടും. കണ്ടല്ലോ, കോസ് ഇൻവേഴ്സ് കോസ് എന്ന് കണ്ടാൽ രണ്ടുകൂടെ പോയി 2 തീറ്റ എന്ന് മാത്രം എഴുതാം. ഈ തീറ്റയ്ക്ക് പകരം ആരെ കൊടുക്കാൻ പോകുന്നത്? ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടം വരെ മതി. പക്ഷേ നമുക്ക് എന്തുകൂടെ വേണം? ഡെറിവേറ്റീവ് ഇവിടെ വേണം. ദറ്റ് ഈസ് dy/dx. dy/dx വേണമെങ്കിൽ 2 ടാൻ ഇൻവേഴ്സ് എക്സിന് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2നെ ഇങ്ങോട്ട് മാറ്റണം. 2നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ടാൻ ഇൻവേഴ്സ് എക്സിന് ഡെറിവേറ്റീവ് 1/1 + x². 1/1 + x². അപ്പോൾ 2 × 1/1 + x² becomes 2/1 + x². ദാറ്റ്സ് ഓൾ. തീർന്നു കേട്ടോ. അപ്പോൾ അവൻ ഓക്കെ ആയി. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇതേപോലെ ഇങ്ങനെ വേണം. ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട്, അതിൽ ഒരെണ്ണമാണ് കേട്ടോ. ഇനി നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് മറക്കാതെ ഷെയർ ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് 2. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കൊസീക്ക് ഇൻവേഴ്സ് 2വിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. പ്രിൻസിപ്പൽ വാല്യൂ എക്സാമിന് ഉറപ്പാണ്, ഒരു മാറ്റമില്ല. ഉറപ്പായിട്ട് ചോദിക്കും. സൈനോ കോസോ ടാനോ കോസോ എന്തെങ്കിലും. ഇവിടെ ഇപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് ആണേ. കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ ഇതിനെ അങ്ങ് സൈൻ ഇൻവേഴ്സിലോട്ട് മാറ്റുക. കൊസീക്ക് ഇൻവേഴ്സ് ആണ് ക്വസ്റ്റനെങ്കിൽ നിങ്ങളതിനെ സൈൻ ഇൻവേഴ്സിലോട്ട് മാറ്റുമ്പോൾ ഈ 2വിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 ആർക്കും അറിയാതില്ലേ? സൈൻ്റെ ഏത് ഡിഗ്രിക്കാൻ പറ്റും? 1/2.
സൈൻ്റെ ഏത് ഡിഗ്രിക്കാണ് 1/2 30 ഡിഗ്രി റേഡിയൻ ഈസ് π/6 ഓക്കെ അപ്പോൾ സൈൻ വേസ് 1/2 ഈസ് π/6 തീർന്നു ഓക്കെ തീർന്നു അത്രേ ഉള്ളൂ ഒരു മാർക്കേ ഉള്ളൂ താനും കേട്ടോ ഒത്തിരിയൊന്നും ഇല്ല ഒറ്റ മാർക്കേ ഉള്ളൂ കേട്ടോ ഓക്കെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനോട് കയറുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കൺസ്ട്രക്ട് എ 3/3 മെട്രിക്സ് കൺസ്ട്രക്ട് എ 3/3 മെട്രിക്സ് നിങ്ങളൊരു 3 റോയും 3 കോളം ഉള്ള ഒരു മെട്രിക്സിനെ ഫോം ചെയ്യണം ആയിക്കളയാം ഇപ്പം അങ്ങ് ചെയ്തേക്കാം അല്ലയോ അതിൻ്റെ എലമെൻസുകൾ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മോനെ Aij ഈസ് ഈക്വൽ ടു i+2j² ഇത്തിരി വലിയ ടൈം ആയിപ്പോയി കേട്ടോ i+2j² ഓക്കെ അപ്പോൾ നമ്മൾ ഇത് എന്താ രീതിയും ചോദിക്കും നമ്മൾ ഈ തരുന്ന ഒന്നും കേട്ടോ വേസ്റ്റ് അല്ല എല്ലാം വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലത്തെ കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു 3/3 മെട്രിക്സിനെ അങ്ങോട്ട് ഫോം ചെയ്യണം 3/3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 റോയും 3 കോളവും സ്റ്റാർട്ടിങ് ഫ്രം A11 A12 A13 A21 A22 A23 A31 A32 A33 ദാറ്റ്സ് ഓൾ ഓക്കെ അപ്പോൾ തുടങ്ങാണ് A11 A12 A13 A21 A22 A23 A31 A32 A33 ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് 3/3 മെട്രിക്സ് ആണ് ഇതിൻ്റെ ജനറൽ ഫോം ഇനി ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഇതിനുള്ളിലുള്ള എലമെൻസുകളെ കണ്ടുപിടിക്കണം ഓക്കെ അതിനുവേണ്ടി ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഓരോരുത്തരെയും കണ്ടുപിടിക്കണം കേട്ടോ ഓരോ എലമെൻറ്റുകളെയും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് A11 ആണ് A11 എന്ന് പറയുമ്പോൾ ഐയുടെ പ്ലേസിൽ 1 ജെയുടെ പ്ലേസിലും 1 എല്ലാം ശ്രദ്ധിക്കണം ഐയുടെ പ്ലേസിലും 1 ജെയുടെ പ്ലേസിലും 1 A11 എന്ന് പറയുമ്പോൾ കേട്ടോ A11 അപ്പോൾ A11 ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോവാണ് A11 ഈസ് ഈക്വൽ ടു അപ്പോൾ ഐക്കും 1 ജെയ്ക്കും 1 കൊടുക്കുമ്പോൾ 1 + 2 × 1 1 + 2 × 2 × 1 2 ആണ് 2 + 1 3 ആണ് ദാറ്റ് ഈസ് 3² ആൻസർ ഈസ് 9/2 അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടുമ്പോൾ 9/2 4.5 എന്നൊന്നും എഴുതണ്ട കേട്ടോ 9/2 എന്ന് ഇട്ടാൽ മതി ഓക്കെ നെക്സ്റ്റ് A12 എന്ന് പറയുമ്പോൾ ഐക്ക് 1 ആണ് ജെയ്ക്ക് 2 ആണ് ഓക്കെ ഐക്ക് 1 കൊടുക്കുമ്പോൾ 1 + 2 × 2 കണ്ടോ ഇത് ഐയാ ഇത് ജെയാ അപ്പോൾ ഐക്ക് 1 ജെയ്ക്ക് 2 അപ്പോൾ 1 + 2 × 2 2 × 2 എത്ര മോനെ 4 + 1 5 സ്ക്വയർ ഈസ് 25/2 ദാറ്റ്സ് ഓൾ 25/2 അപ്പോൾ ഇവിടെ കിട്ടി നെക്സ്റ്റ് എന്താണ് A13 എന്ന് പറയുമ്പോൾ ഐക്ക് 1 ജെയ്ക്ക് 3 അപ്പോൾ 2 × 3 6 + 1 7 സ്ക്വയർ 49/2 എന്ത് രസം ഇല്ലയോ വളരെ എളുപ്പമൊക്കെയാണ് നെക്സ്റ്റ് A21 എന്ന് പറയുമ്പോൾ ഐക്ക് 2 ജെയ്ക്ക് 1 കേട്ടോ A21 ആണ് A21 എന്ന് പറയുമ്പോൾ ഐക്ക് 2 ആണ് ജെയ്ക്ക് അപ്പോൾ ഇവിടെ ഐക്ക് 2 ജെയ്ക്ക് 1 അപ്പോൾ 2 + 2 × 1 2 × 1 2 ആണ് ഇവിടെയും 2 ഉണ്ട് അപ്പോൾ 4 ആണ് 4² 16 ആണ് /2 എടുക്കുമ്പോൾ 8 ആണ് ദാറ്റ്സ് ഓൾ ഓക്കെ അങ്ങനെ അങ്ങോട്ട് കണ്ടുപിടിക്കണം എല്ലാം കൂടെ ഞാൻ കണ്ടുപിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങൾ ബാക്കിയുള്ള എലമെൻസുകളെല്ലാം കണ്ടുപിടിക്കണം ഇനി ഏകദേശം നമ്മുടെ കയ്യിലുള്ളത് മാർക്ക് എന്ന് പറഞ്ഞാൽ 3 മാർക്കുണ്ട് കേട്ടോ അത്ര ചെറുതല്ല 3 മാർക്കുണ്ട് അപ്പോൾ ഇവനെ അങ്ങോട്ട് ചെയ്തേക്കണം നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഡിഫറൻസിയേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് പാരാമെട്രിക് ഇക്വേഷൻസ് എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും വാട്ട് ഈസ് മെൻ ബൈ പാരാമെട്രിക് ഇക്വേഷൻസ് എല്ലാവരും ഒന്ന് കേട്ടോണം ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ സിംഗിൾ വേരിയബിൾ ടി ഓർ തീറ്റ ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ സിംഗിൾ വേരിയബിൾ ടി ഓർ തീറ്റ ഈസ് കോൾഡ് പാരാമെട്രിക് നോക്കണേ അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു a² എന്നും y ഈസ് ഈക്വൽ ടു 2at എന്നും ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫൈൻഡ് dy/dx ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ ഫൈൻഡ് ഡിവൈഡ്സ് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു ഫൈൻഡ് ഡിവൈഡ്സ് വെൻ x at² ആൻഡ് y എത്രയാണ് 2at ഇങ്ങനെ 2 ഇക്വേഷൻസ് ആയിട്ട് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് എടുത്ത് എഴുതണം x ഈക്വൽ ടു at² dx/dt ശ്രദ്ധിച്ചിരിക്കണേ dx/dt പിന്നെ ഇടയ്ക്കൊരു കാര്യം നിങ്ങൾക്ക് +2ൻ്റെ റെഗുലർ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം ഇനി +1 ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുള്ളവർക്കും ജോയിൻ ചെയ്യാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് തന്ന് നോട്ട്സ് തന്ന് ഇക്വേഷൻ ബുക്കിലേക്ക് നിന്ന് ക്വസ്റ്റ്യൻ പാക്കേജ് നിന്ന് ഫുൾ മാർക്ക് ഉറപ്പിക്കാം ഓക്കെ അത് നന്നായിട്ട് പഠിച്ച് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ട്രിക്സ് എല്ലാം ഉൾപ്പെടെ എല്ലാം പഠിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാം ആൻഡ് ജോയിൻ ചെയ്യാം നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം ക്ലാസ് അങ്ങോട്ട് നോക്കിയോ മനസ്സിലാകുന്നെങ്കിൽ മാക്സിമം കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്ത് തകർത്തേക്കണം ഓക്കെ അപ്പോൾ x at² dx/dt at² ചെയ്യുമ്പോൾ a ഇങ്ങ് മാറ്റി t² ഈസ് കൺസിഡേർഡ് x².
വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x, ടി സ്ക്വയർ 2t, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x, അപ്പോൾ ടി സ്ക്വയർ ഡെറിവേറ്റീവ് എത്ര 2t, അത്രേ ഉള്ളൂ. അപ്പം a ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ a ഇൻറ്റു 2t, ആൻസർ ഈസ് 2at, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് y എടുത്ത് എഴുതണം. വൈയുടെ വാല്യൂ എത്ര മോനെ 2at എന്നാണ് ഓൾറെഡി അല്ലേ. നിങ്ങൾക്കറിയാം ടിയുടെ ഡെറിവേറ്റീവ് ആരാന്ന് ചോദിച്ചു. അപ്പോൾ 280ക്കുള്ളിലെ വെറും ടിയെ കൺസിഡർ ചെയ്താൽ ടിയെ നമ്മൾ എക്സ് പോലെ എഴുതണം. വാട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. ഇപ്പോൾ ടിയുടെ എത്ര 1. ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര മോനെ കോസ് എക്സ്. അപ്പോൾ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എത്ര കോസ് ടി. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര 1/x. ലോഗ് ടിയുടെ ഡെറിവേറ്റീവ് 1/t, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് y ഈക്വൽ 2at എന്ന് പറയുമ്പോൾ dy/dt എടുക്കുമ്പോൾ 2a ഇങ്ങനെ കോൺസ്റ്റൻറ്റ് മാറ്റി ഇത്രയും. പിന്നെ ടിയെ ഡെറിവേറ്റീവ് ആരെന്ന് വെച്ചിട്ട് 1. ശരിയല്ലേ, പിന്നെ ടിയുടെ ഡെറിവേറ്റീവ് ഇത്ര 1, എക്സിൻ്റെ 1 പോലെ. ഇപ്പോൾ 2a × 1 ആൻസർ ആരെ കിട്ടി 2a. നമുക്ക് വേണ്ടതാരം മോനെ dy/dx അല്ലയോ. ഫോർമുല ഈസ് dy/dt ഡിവൈഡഡ് ബൈ dx/dt, ദാറ്റ്സ് ഓൾ. dy/dt/dx/dt. dy/dt എത്ര കിട്ടി 2a അല്ലേ മോനെ. മണ്ടയ്ക്ക് പിടിച്ച 2a എഴുതണം, താഴെ പിടിച്ച് 280 എഴുതണം. 2a വെട്ടിപ്പോയി 1/t, ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. y ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഡെറിവേറ്റീവ് ഇത് ചോദിക്കും കേട്ടോ. ഇവിടുന്ന് dy/dx കണ്ടുപിടിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. എക്സ് ടാൻ റൂട്ട് എക്സ് ബൈ പ്രോഡക്റ്റ് റൂൾ. ആരും പറയത്തില്ല, എങ്ങൊന്നും മൈക്കിൽ നിന്ന് വിളിച്ചൊന്നും പറയുന്നത് കേൾക്കണ്ട കേട്ടോ, ഒന്നും കേൾക്കത്തില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട് വായിക്കുമ്പോൾ ഇത് പ്രോഡക്റ്റ് റൂൾ ആടാ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, എക്സിൻ്റെ ഡെറിവേറ്റീവ് ചുമ്മാ താഴോട്ട് എഴുതി വെക്കും, ടാൻ റൂട്ട് എക്സിന് താഴോട്ട് എഴുതി വെക്കും. നമ്മൾ വിചാരിക്കും വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല. ഇത് പ്രോഡക്റ്റ് റൂളാണ്. എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ്. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻസുകളുടെ പ്രോഡക്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഇതിനെ പ്രോഡക്റ്റ് റൂൾ കൂടിയാണ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് പ്രോഡക്റ്റ് റൂൾ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ റൂട്ട് എക്സിൻ്റെ വരുമ്പോൾ എന്താ പറയുക, ടാൻ്റെ ഡെറിവേറ്റീവ് എത്രയായിരുന്നു? വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എന്തായിരുന്നു? 6² x. ടാൻ റൂട്ട് എക്സിൻ്റെ അപ്പോൾ 6² x ഫസ്റ്റ് കേട്ടോ. 6² x. പിന്നെ റൂട്ട് എക്സിൻ്റെ 1/2 x പ്ലസ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ആയി പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. സെക്കൻഡ് ഇൻറ്റു എന്ന് പറയുമ്പോൾ ടാൻ റൂട്ട് എക്സ് ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സിൻ്റെ 1. നിർത്തിയാക്കണം. വേണമെങ്കിൽ ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്യാം, വിട്ടേ, അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അവനെ നിങ്ങൾ കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞത്. നെക്സ്റ്റ്, എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് ആൻഡ് ഓഫ് ഓർഡർ 3/3. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഒരു 3/3 മെട്രിക്സ് ആണെന്ന്. അതിനെന്നാ എന്തായിക്കോട്ടെ നമുക്ക് തന്നെ അല്ലേ, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റെയുടെ വാല്യൂ എത്രയാണ്? അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ്? ഇപ്പോൾ ഫോർമുല ഓർത്തോണം. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഹോൾ റൈസ് ടു n-1. ദിസ് ഈസ് എ ഫോർമുല. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഈക്വൽ ഡിറ്റർമിനൻ്റ് റൈസ് ടു n-1. വാട്ട് ഈസ് n ഹിയർ? 3/3. ഓക്കെ, അപ്പോൾ ആൻസർ വരുമ്പോൾ ഡിറ്റർമിനൻ്റ് ഹോൾ റൈസ് ടു 3-1, ഡിറ്റർമിനൻ്റ് ഹോൾ റൈസ് ടു 2, ദാറ്റ്സ് ഡിറ്റർമിനൻ്റ് ഹോൾ സ്ക്വയർ ഈസ് റൈറ്റ് ആൻസർ. തീർന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ ഉടൻ തന്നെ ഇങ്ങനെയൊക്കെ വരും. പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇനി അങ്ങോട്ട് സെക്കൻഡ് ഇയർ വളരെ ടഫായിട്ടുള്ളതാണ്. സെക്കൻഡ് ടൈം വളരെ ടഫായിട്ടുള്ളതാണ്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് മാത്സ് ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തോണം. പിന്നെ നമുക്കിതൊരു അവസരം കിട്ടില്ല. നമുക്കിപ്പോഴേ ക്ലാസ് തന്ന് ചെറിയ രീതിയിൽ കൂടെ നിങ്ങളെ പഠിപ്പിച്ചെടുത്ത് ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ് തരും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. ഗുഡ് ബൈ.